മലപ്പുറം അങ്ങാടിപ്പുറത്ത് മാമാങ്ക ചരിത്ര സ്മാരകമായ ചാവേർത്തറയുടെ സംരക്ഷണ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ നിലച്ചിട്ട് 3 വർഷം കഴിഞ്ഞു. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് നിർമ്മാണത്തിന് തടസ്സമാകുന്നത്. ഒരു നാടിന്റെ ചരിത്രം അടയാളപ്പെടുത്തുന്ന ഈ സ്മാരകവും അനുബന്ധ നിർമ്മാണങ്ങളും പൂർത്തിയാകാതെ കിടക്കുന്നതിൽ നാടിനും തിരുമാന്ധാംകുന്ന് ദേവസ്വത്തിനും ഏറെ സങ്കടവും നിരാശയുമാണുള്ളത്. സർക്കാർ ഇനിയെങ്കിലും ഇടപെട്ട് നിർമ്മാണം പൂർത്തീകരിക്കണമെന്ന ആവശ്യമാണ് ഇവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ളത്. CV അനുമോദിന്റെ റിപ്പോർട്ട്. മാമാങ്കത്തിന്റെ ചരിത്ര സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്നിലെ ചാവേർത്തറയ്ക്കരികിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു ചാവേർത്തറയുടെ നവീകരണം 2019-ൽ 2016-ലെ പിണറായി സർക്കാർ ഉദ്ദേശിച്ചതായിരുന്നു. 1.5 കോടി രൂപയായിരുന്നു അതിന് ചെലവ് കണക്കാക്കിയിരുന്നത്. ചാവേർത്തറ നവീകരണം മാത്രമല്ല, ഇവിടേക്കുള്ള റോഡിന്റെ നവീകരണം, അത്തരത്തിൽ പല കാര്യങ്ങളും അതിലുണ്ടായിരുന്നു. പക്ഷേ 1 വർഷം മാത്രമാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത്. ഇനിയിപ്പോൾ പാതി വഴിയിൽ ഉപേക്ഷിച്ച അവസ്ഥയിലാണ് ഈ പദ്ധതി. തിരുമാന്ധാംകുന്ന് ദേവസ്വത്തിന്റെ വലിയ ഒരു പ്രതീക്ഷയായിരുന്നു, സ്വപ്നമായിരുന്നു ഈ ഒരു പദ്ധതി യാഥാർത്ഥ്യമാവുക എന്നത്. പക്ഷേ ഇത്ര കാലമായിട്ടും അത് ഒന്നും നടക്കാത്തതിന്റെ നിരാശയിലാണ് ഈ നാട്ടുകാരും ഒപ്പം ദേവസ്വവും. നമ്മോടൊപ്പം ചേരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ വേണുവാണ്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു ഈ ഒരു പദ്ധതി നമ്മൾ നോക്കിക്കണ്ടിരുന്നത്. തീർച്ചയായിട്ടും ഞാനിവിടെ എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വരുന്നതിന് വളരെ മുമ്പ് തന്നെ 2019-ലാണ് ഈ പ്രവൃത്തി ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. ചാവേർത്തറ എന്ന് പറയുന്നത് ഈ തിരുമാന്ധാംകുന്ന് വള്ളുവനാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗം മാത്രമല്ല, മലബാറിൻ്റെ കേരളത്തിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ചാവേർ മാമാങ്കവുമായി ബന്ധപ്പെട്ട അതിൻ്റെ മാമാങ്കോത്സവത്തിൻ്റെ ഭാഗമായി അങ്കവാളിൻ്റെ പ്രയാണത്തിന് കഴിഞ്ഞ ദിവസമാണ് അവിടെ സ്വീകരണം ഏറ്റുവാങ്ങിയത്. അപ്പോൾ ഈ ചാവേർത്തറയിലാണ് മാമാങ്കത്തിൻ്റെ ചാവേറുകൾ 41 ദിവസം വ്രതമിരുന്ന് ഈ ക്ഷേത്രത്തിൽ ഭജിച്ച് അൽപ്പാക്കുളത്തിൽ ദേഹശുദ്ധി വരുത്തിയിട്ടാണ് മാമാങ്കത്തിന് പുറപ്പെട്ടിരുന്നതെന്നാണ്, ചാവേറുകളായിട്ട് പോയിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. അല്ലെങ്കിൽ അതാണ് ചരിത്രം. അത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഈ ചാവേർത്തറ നവീകരിക്കുന്നതിനും അതിൻ്റെ ചരിത്രത്തെ വരും തലമുറയ്ക്ക് അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ പകർന്നു കൊടുക്കുന്നതിനും ആ ചരിത്ര സംഭവങ്ങളെ ഇവിടെ ആലേഖനം ചെയ്ത് അത് വരുന്ന തലമുറയിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ടാണ് അന്നത്തെ ദേവസ്വം ഭരണാധികാരികൾ സർക്കാരിൻ്റെ ഹെറിറ്റേജ് പദ്ധതിയുടെ ഭാഗമായിട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നത്. ആ പദ്ധതി ഏതാണ്ട് 1.5 കോടിയോളം രൂപ വരുന്ന പദ്ധതിയാണ്. ഈ ചാവേർത്തറയുടെ നവീകരണം, അതുമായി ബന്ധപ്പെട്ട ചിത്രണങ്ങൾ, ഇതിലേക്കുള്ള പാതയുടെ നവീകരണം, അതിൻ്റെ സൗന്ദര്യവൽക്കരണം, കമാനങ്ങളുടെ ഗേറ്റിൻ്റെ നിർമ്മാണം, അതുപോലെ ഒരു കംഫർട്ട് സ്റ്റേഷൻ, ഈ ഇവിടെ വരുന്ന സഞ്ചാരികളുടെ തീർത്ഥാടകരുടെയൊക്കെ സൗകര്യാർത്ഥമുള്ള ഒരു കംഫർട്ട് സ്റ്റേഷൻ, ഇത്രയുമാണ് ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇതിനകത്ത് അൽപ്പാക്കുളം കൂടി പെടേണ്ടതായിരുന്നു. ഏതായാലും ഈ ഉൾപ്പെട്ട പദ്ധതിയുടെ പ്രവർത്തനം തന്നെ വളരെ പരിതാപകരമായ അവസ്ഥയിൽ നിന്ന് നിൽക്കുകയാണ്. 2019-ന് അല്പകാലം ആണ് ഇതിൻ്റെ പ്രവൃത്തി മുന്നോട്ട് പോയിട്ടുള്ളത്. പിന്നീട് 20-ൽ കോവിഡുമായി ബന്ധപ്പെടുത്തി പ്രവൃത്തി നിലയ്ക്കുകയാണ്. സർക്കാരിൻ്റെ വിവിധ ഏജൻസികളുമായിട്ടും ഗവൺമെൻറ്റുമായിട്ടും ഈ പ്രവൃത്തി ഏറ്റെടുത്തുള്ള DTPCയുമായിട്ടൊക്കെ നമ്മൾ നിരന്തരം ബന്ധപ്പെടുന്നു. വിവിധ സാങ്കേതിക പ്രയാസങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് കേൾക്കാൻ കഴിയുന്നത്. പ്രവൃത്തിയുടെ പുനരാരംഭിക്കൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും വലിയ നിരാശയിലാണ് ഈ പ്രദേശവാസികളും ചരിത്രകുതികളും ഭക്തജനങ്ങളും ഞങ്ങളെല്ലാവരും. ഗവൺമെൻറ്റിൽ നിരന്തരമായി ഇക്കാര്യത്തിൽ ദേവസ്വം സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ജനസദസ്സിൽ മങ്കട മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് അദ്ദേഹം മന്ത്രിസഭ തന്നെ ഇവിടെ എത്തി ഈ നിവേദനം സമർപ്പിക്കുകയുണ്ടായി. 45 ദിവസത്തിനകം അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഞങ്ങൾ. തീർച്ചയായിട്ടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള അനുകൂല നിലപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ശരിക്കും അന്ന് പ്ലാനിലുണ്ടായിരുന്നത്? പ്ലാനിൽ ശരിക്കും ഈ പറഞ്ഞ പോലെ ചാവേർത്തറയുടെ മൊത്തത്തിലുള്ള ഒരു സൗന്ദര്യവൽക്കരണം, ഒരു മോണിമെന്റ് ആക്കി മാറ്റല്, ബന്ധ ചിത്രങ്ങൾ ആലേഖനം ചെയ്യും, അതിലേക്കുള്ള വഴിയാകുമ്പോൾ 2 ഗോപുരങ്ങൾ. ഇവിടുത്തെ ഗോപുരം ഒരു നല്ലൊരു വിഷയമാണ്. ഇപ്പോഴത്തെ ഗോപുരം കണ്ട് ആ ഗോപുരം സ്ഥലം മാറ്റി നല്ല രീതിയിൽ നവീകരിക്കുന്ന 2 ഗോപുരം ഇവിടെ വഴിയുന്ന രീതിയിൽ, അതും പിന്നെ കംഫർട്ട് സ്റ്റേഷൻ, വരുന്ന ഭക്തർക്ക് ഒരു കംഫർട്ട് സ്റ്റേഷനും, പിന്നെ ഈ റോഡിന്റെ ബ്യൂട്ടിഫിക്കേഷൻ, 2 സൈഡിലും ആൽമരങ്ങളൊക്കെ, ആൽത്തറയൊക്കെ വളരെ നല്ല രീതിയിൽ സൗന്ദര്യവൽക്കരിക്കൽ, അതൊക്കെയാണ് പ്രൊജക്റ്റിൽ പെട്ടത്. മൊത്തത്തിൽ ഈ ഒരു ഏരിയയുടെ മൊത്തം മുഖച്ഛായ മാറ്റുന്നതാണ് ശരിക്കും അതിന്റെ പദ്ധതി. കണ്ടു കഴിഞ്ഞാൽ നമ്മളാകെ അത്രയും വളരെയധികം പ്രതീക്ഷയോട് നല്ല ഒരു ഇതിലായിരുന്നു നിന്നിരുന്നത്. പക്ഷേ അതൊക്കെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഭക്തജനങ്ങളുടെ ഒന്നും നാട്ടുകാരുടെ ഒന്നും വളരെ വളരെ മോശമായൊരു അഭിപ്രായം. കാരണം ജാക്കിയൊക്കെ വെച്ച് കിട്ടിയത് ഇപ്പോഴും അപകടാവസ്ഥയിലാണ്. നമുക്കൊന്നും, കാരണം നമ്മളിതിൽ ഒന്നും ചെയ്യാൻ, നമ്മൾ നേരിട്ടല്ല, ദേവസ്വം നേരിട്ടാണെങ്കിൽ നമുക്ക് ചെയ്യാൻ. ഇപ്പൊ നമ്മളല്ല ചെയ്യുന്നത്. ഇത്
DTPC ജില്ലാ നിർമ്മിതി കേന്ദ്രയ്ക്ക് കരാറ് കൊടുത്ത് അവരാണ് നമ്മൾ യാതൊരു ബന്ധമില്ല. നമ്മൾ അതിന്റെ സ്ഥലം വിട്ടുകൊടുത്തു. നമ്മൾ ദേവസ്വത്തിന്റെ ഒരു ഭാവി നല്ലൊരു പ്രൊജക്ടിന് വേണ്ടി നമ്മൾ സ്ഥലം വിട്ടുകൊടുത്തു എന്ന് മാത്രമല്ലാതെ നമുക്കൊന്നും ചെയ്യാം, നമുക്കൊരു വർക്ക് പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ തുടങ്ങി പൂർത്തിയാക്കേണ്ടതുണ്ട് അല്ലേ? പിന്നെ മാത്രമല്ല ആ കമ്പൾസേഷൻ സത്യം പറഞ്ഞാൽ വളരെയധികം സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ചും വളരെ വളരെ പ്രശ്നമാണ്. ഇതിൽ പ്രായോഗികമായിട്ട് ഒന്നുമില്ലെങ്കിൽ ഈ പദ്ധതി പൂർത്തീകരിക്കാനുള്ള ഫണ്ട് സർക്കാർ അനുവദിക്കുക അല്ലെങ്കിൽ ദേവസ്വത്തെ അനുവദിക്കുക അല്ലേ? തീർച്ചയായിട്ടും സർക്കാർ തന്നെ അത് പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കി തരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അല്ലാത്ത പക്ഷം ഒരിക്കലും സാധിക്കില്ല എന്നൊരു ഘട്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ദേവസ്വത്തിന് ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ ഒരുപാടുണ്ടായിരിക്കും. അത് അത്തരം കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല. ഏതായാലും ഏറ്റവും അവസാനം ഞാൻ മുഖ്യമന്ത്രിയുടെ ജനസഭയിൽ വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അടിയന്തര നീക്കം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയിലാണ്. തീർച്ചയായും നമുക്ക് ഈ ഒരു പാതി പൂർത്തീകരിച്ച തറയിലെ ചിത്രങ്ങളൊക്കെ ഇവിടെ കാണാൻ കഴിയും. ചാവേറുകൾ മാമാങ്കത്തിന് ചാവേറുകളായി പുറപ്പെടുന്നവർ ഇവിടെ നിന്നാണ് ഭഗവതിയെ വണങ്ങി പുറപ്പെട്ടിരുന്നത്. അവർക്കൊരു തിരിച്ചുവരവില്ല. അവർ മാമാങ്കത്തിൽ തിരുനാവായിൽ നടക്കുന്ന മാമാങ്കത്തിൽ സ്വയം ഇല്ലാതാവുകയാണ് ചെയ്യുക. അത്തരത്തിൽ ഒരു വൈകാരികമായ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഈ ചാവേർ തറയ്ക്കുള്ളത്. സ്വാഭാവികമായിട്ടും വരും തലമുറയ്ക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ അത്തരത്തിൽ ഒരു ചരിത്ര സ്മാരകമായിട്ട് തന്നെ ഇത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്, നിർമ്മിക്കേണ്ടതുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്നും വേണ്ട ഇടപെടൽ ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ നാട് ഒന്നാകെയുള്ളത്. അത് ചരിത്രത്തോട് ചെയ്യേണ്ട ഒരു നീതി കൂടിയാണെന്ന് പറയാതെ വയ്യ. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.